വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവെ, ലോകം മുഴുവനും അങ്ങയുടെ സന്നിധിയിൽ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തിയെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അതവിടേക്ക് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുകയും സസ്യങ്ങൾ മുളപ്പിക്കുകയും ചെയ്യുന്നു. വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്നു. ഇതുപോലെയാണ് എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനവും. അത് ഫലരഹിതമായി തിരിച്ചു വരികയില്ല. അതിൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റുക തന്നെ ചെയ്യും. യേശയ്യാ പ്രവചനത്തിലെ ഈ തിരുവചനം ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകം മുഴുവൻ പല വേദനകളിലൂടെ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ടല്ലോ. ഏകാന്തത അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലോ. അവരെയെല്ലാം അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി യാചിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളിൽ ഫലം ചൂടാൻ ഇടയാകട്ടെ. ഓരോ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തുമ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ, തിരുരക്തത്താൽ കഴുകപ്പെടാൻ ഇടയാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ തിരുഹൃദയം തുറന്ന് തിരുരക്തത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. സംരക്ഷണം നൽകണമേ. അങ്ങയുടെ സാന്നിധ്യം നൽകി ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാമ്മേ, സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു വചനഭാഗം ശ്രവിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവം ചിന്തിക്കട്ടെ. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനു പുറമേ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. പ്രിയമുള്ളവരെ, വളരെ മനോഹരമായ ഒരു വചനഭാഗമാണല്ലോ നമ്മൾ ശ്രവിച്ചത്. ഒരുപാട് തവണ നാമൊക്കെ ധ്യാനിച്ചിട്ടുള്ള, ഒരുപാട് തവണ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ടുള്ള സുന്ദരമായ ഒരു വചനഭാഗം. അതിൽ ഒരു പക്ഷേ ഏറ്റവും അധികം നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു വചനം അത് 3-ാം അധ്യായം 16-ാം തിരുവചനമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ
ഇപ്പോൾ വചനം ശ്രവിക്കുന്ന ലോകം മുഴുവനുമുള്ള വ്യക്തികളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. തൊട്ടടുത്ത വചനം ഇപ്രകാരം പറഞ്ഞു വയ്ക്കും: ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. നമ്മുടെ ശരീരം ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഇതേ ലേഖനത്തിൽ 6-ാം അധ്യായം 19-ാം തിരുവചനത്തിലും പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കും. ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് അറിഞ്ഞുകൂടെ? പ്രിയമുള്ളവരെ, ഇവിടെ ഇപ്രകാരമാണല്ലോ പറയുക: ആ ആലയത്തെ നാം നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ ദൈവവും നമ്മെ നശിപ്പിക്കും. ഇത് എങ്ങനെയാണ് സംഭവിക്കുക? ദൈവം ഒരു വ്യക്തിയെ നശിപ്പിക്കുമോ? വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 12-ാം തിരുവചനം നമുക്ക് ഒരുപാട് ധ്യാനിച്ചിട്ടുള്ള ഒരു വചനമാണ്. തന്നെ സ്വീകരിച്ചവർക്ക്, തന്നിൽ വിശ്വസിച്ചവർക്ക് അവൻ ദൈവമക്കളാകാൻ കഴിവ് നൽകി. നാമൊക്കെ അഭിമാനിക്കുന്ന ഒരു കാര്യമാണല്ലോ നാം ദൈവത്തിൻ്റെ മകനും മകളുമാണ് എന്നത്. നാം ദൈവത്തിൻ്റെ മകനും മകളുമാണെങ്കിൽ ദൈവം നമ്മെ നശിപ്പിക്കുമോ? ഇവിടെ വചനം അപ്രകാരമാണ് കുറിക്കുന്നത്. പൗലോസ്ലീഹ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു ലഭിച്ചിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ വഴി, നാം ആയിരിക്കുന്ന കുടുംബം വഴി, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വഴിയൊക്കെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു ദൈവകൃപയുണ്ട്. പ്രിയമുള്ളവരെ, ആ കൃപയുടെ മേൽ, ആ വിശ്വാസത്തിന് മേലാണ് നാം നമ്മുടെ ജീവിതം പടുത്തുയർത്തേണ്ടത്. അതാണ് ശ്ലീഹ പറയുക: ഓരോരുത്തരും അപ്രകാരം പടുത്തുയർത്തുന്നു. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവം ചിന്തിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഹൃദയത്തെ, ഈ ജീവിതത്തെ എപ്രകാരം പടുത്തുയർത്തുന്നു എന്ന് ചിന്തിക്കണമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവഹിതപ്രകാരമല്ലെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലല്ലെങ്കിൽ ഉറപ്പായും ജീവിതത്തിൽ തിന്മ കടന്നു വരും, ജീവിതത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കും. അതാണ് നാശത്തെക്കുറിച്ച് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പക്ഷേ ഈ ഒരു നാശം, ഈ ഒരു തിന്മയുടെ സ്വാധീനം അതൊരിക്കലും ദൈവം ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് നൽകുന്നതല്ല. കാരണം ദൈവം സ്നേഹമാണെന്ന് നമുക്ക് അറിവുള്ളതാണല്ലോ. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം: സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്നും ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു, കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹം മാത്രമായ ദൈവത്തിന് ഒരിക്കലും തൻ്റെ സ്വന്തം മക്കളെ, താൻ ജീവൻ കൊടുത്തു നേടിയ മക്കളെ നാശത്തിൻ്റെ വഴിയിലേക്ക് പറഞ്ഞുവിടാൻ കഴിയില്ല. എങ്കിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു? പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് തന്നെ നമുക്കത് വെളിപ്പെടുത്തി തരും. ഇത് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ, അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ജീവനും മരണവും നന്മയും തിന്മയും മുൻപിൽ വച്ചിരിക്കുന്നു. തുടർന്ന് വായിക്കുമ്പോൾ ഏത് തിരഞ്ഞെടുക്കുന്നുവോ അത് ലഭിക്കും എന്നാണ് ഒരു ഓർമ്മപ്പെടുത്തൽ. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 17-ാം തിരുവചനം: ജീവനും മരണവും അഗ്നിയും ജലവും മുൻപിലുണ്ട്, നീ ഏത് തിരഞ്ഞെടുക്കുന്നുവോ അതിന് നിനക്ക് ലഭിക്കും എന്നാണ് അവിടെയും കാണുക. ഓരോ വ്യക്തിയും എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതാണ് നമുക്ക് ലഭിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ നമ്മുടെ ജീവിതത്തെ, ഹൃദയത്തെ, ശരീരത്തെ പടുത്തുയർത്തുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ആ ഒരു മനോഭാവത്തോടെ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഉറപ്പായും ജീവിതം ദൈവകരങ്ങളാൽ അനുഗ്രഹിക്കപ്പെടും. അല്ല മറിച്ച് ഈ ആലയത്തെ ഇല്ലായ്മ ചെയ്യുന്ന,
അശുദ്ധിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിലാണ് നമ്മൾ വ്യാപൃതരാകുന്നതെങ്കിൽ ഉറപ്പായും നമുക്ക് അനുഗ്രഹം നഷ്ടപ്പെടും, നമ്മുടെ ജീവിതത്തിൽ നിന്നും കൃപ ചോർന്നു പോകും. ദൈവം നൽകുന്ന ഒരു വാഗ്ദാനം എസെക്കിയേലിൻ്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ടല്ലോ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ നിക്ഷേപിക്കും, ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നൽകും. പ്രിയമുള്ളവരെ, ദൈവം ഒരു പുതു ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കും എന്നാണ് പറയുക. പരിശുദ്ധാത്മാവിന് നൽകാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം, മാംസളമായ ഹൃദയം നൽകാൻ കാത്തിരിക്കുന്ന ദൈവം. നമുക്കറിയാം, മാംസളമായ ഹൃദയം അത് വളരെ മൃദുവാണ്. ആ ഹൃദയം സൂചിപ്പിക്കുന്നത് സ്നേഹമുള്ള, അനുകമ്പയുള്ള, കരുണയുള്ള ഒന്നിനെയാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ സ്നേഹവും കരുണയും അനുകമ്പയും ഉള്ള ഒരു ഹൃദയം സ്വന്തമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. പക്ഷേ ദൈവാത്മാവിൻ്റെ ആലയത്തെ പടുത്തുയർത്താൻ ഇങ്ങനെയൊരു വാഗ്ദാനം നമുക്ക് നൽകുമ്പോഴും അതിനോട് മറുതലിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പരിശുദ്ധാത്മ പ്രചോദനങ്ങളോട് സഹകരിക്കാത്ത വ്യക്തികളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എത്രയോ അവസരങ്ങളിൽ, എത്രയോ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ച്, നമ്മുടെ കാതുകളിൽ സംസാരിക്കാൻ ആഗ്രഹിച്ച് കാത്തു നിന്നിട്ടുണ്ട്. ആ പ്രചോദനങ്ങളോട് സഹകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. എൻ്റെ ഈ ആലയത്തെ ഞാൻ പടുത്തുയർത്തുന്ന കാര്യങ്ങളാണോ ചെയ്യുന്നത് എന്ന് സ്വയം പരിശോധിക്കണം. ഞാൻ ഓർക്കുകയാണ്, ഒരു പെൺകുട്ടി ഇവിടെ താബോർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നു. ആദ്യം എൻ്റെ അരികിലേക്ക് വരുന്നത് അമ്മയാണ്. അമ്മ എൻ്റെ അരികിലേക്ക് വന്ന് പറഞ്ഞു, അച്ഛാ, ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഒപ്പം എൻ്റെ മകൾ വന്നിട്ടുണ്ട്, അച്ഛൻ അവളോടൊന്ന് സംസാരിക്കണം. പ്രിയമുള്ളവരെ, ഈ അമ്മ പറഞ്ഞൊരു കാര്യം ഇതാണ്. ഈ മകൾ ധ്യാനത്തിന് വന്നതാണ്. ആദ്യ ദിനം പിന്നിട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ ദിനത്തിലാണ് ഈ അമ്മ ഈ മകളെയും കൂട്ടി എൻ്റെ അരികിലേക്ക് വരുന്നത്. അവൾ ധ്യാനത്തിൽ തുടർന്ന് പങ്കെടുക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഈ അമ്മ കണ്ണുനീരൊഴുക്കുകയാണ്. മകൾ മുൻപിലേക്ക് കയറി വന്നു. അവൾ പറഞ്ഞു, അച്ഛാ, എനിക്ക് തിരികെ പോകണം. ഞാൻ കാരണം ചോദിച്ചു. അവൾ പറഞ്ഞു, ഒരു കാരണവശാലും ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ, ഇവിടെ സമയം ചെലവഴിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് തിരികെ മടങ്ങിപ്പോകണം. ഞാൻ അവളോട് പറഞ്ഞു, അമ്മയുടെ ഒപ്പമാണ് വന്നിരിക്കുക. അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും ഇവിടെ നിന്ന് വചനം കേൾക്കണം. ഞാൻ കരുതിയത് ഇത്രമാത്രമാണ്. വചനത്തിന് മുൻപിൽ വെറുതെ ഇരിക്കുമ്പോൾ പോലും അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയെങ്കിലും ഈ മകൾക്ക് ഒരു അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ കരുതിയത്. പക്ഷേ അവൾ അതിനുപോലും തയ്യാറായില്ല. ഞാൻ കൂടുതൽ ചോദിച്ചപ്പോൾ ഒരു കാര്യം കൂടി അറിഞ്ഞു. അവൾ ഒരു ഡോക്ടറാണ്. അമ്മ പറഞ്ഞു, അവളുടെ ജോലിയുടെ മേഖലയിൽ, പഠനത്തിൻ്റെ മേഖലയിൽ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നതിന് യാതൊരു അളവുമില്ല. ദൈവം അവളെ വഴി നടത്തിയതിന്, ഉയർത്തിയതിന് യാതൊരു പരിധിയുമില്ല. എന്നിട്ടാണ് അവൾ തമ്പുരാന് വേണ്ടി ഒരു നിമിഷം പോലും നൽകില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ആ അമ്മ വീണ്ടും കരയുകയാണ്. ഞാൻ അവളോട്, ആ മകളോട് പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും ഇവിടെ നിൽക്കണം. അവസാനം അവൾ ഒരു കാര്യം പറഞ്ഞു, അങ്ങനെയെങ്കിൽ എനിക്കൊരു മുറി നൽകണം. ഞാൻ ആ മുറിയിലിരിക്കാം, അമ്മ ധ്യാനം കൂടുന്നതുവരെ കാത്തിരിക്കാം. പക്ഷേ ഒരു കാരണവശാലും ഈ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കില്ല. പ്രിയമുള്ളവരെ, ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ അവൾക്ക് ഒരു മുറി നൽകി. അവൾ ആ ധ്യാനം നടക്കുന്ന സമയം മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി അവൾ കാത്തിരുന്നു. അവസാനം ഒരുമിച്ച് അവർ തിരികെ പോയി. ആ അമ്മയുടെ ഹൃദയം മുഴുവൻ ദുഃഖമായിരുന്നു. ആ അമ്മയുടെ ഹൃദയം മുഴുവൻ ഈ മകളെ ഓർത്ത് വേദനയായിരുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഒരു പക്ഷേ നമ്മിൽ തന്നെ ഇങ്ങനെ ചില സ്വഭാവ പ്രത്യേകതകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ദൈവം അരികിലേക്ക് വരുമ്പോഴും പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനങ്ങൾ നൽകുമ്പോഴും മറുതലിക്കുന്ന ഒരു ഹൃദയം, ദുശാഠ്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു മനോഭാവം, അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് വചനം കൃത്യമായിട്ട് പറയുക.
ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം, നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപ, അത് ചോർന്നു പോകുന്ന വിധത്തിൽ ഒരു കാരണവശാലും ഈ ആലയത്തെ പടുത്തുയർത്തില്ല എന്ന് തീരുമാനിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായം, അവിടെ 13-ാമത്തെ തിരുവചനം മുതൽ ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്നതാണ് നമ്മൾ കാണുക. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ടൊരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. ഇത്രയുമാണ് അവിടെ സംഭവിച്ചത്. നമ്മൾ കേട്ടിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള മറ്റൊരു വചനഭാഗമാണ്. ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഇത്രയൊക്കെ അവിടുന്ന് അവിടെ ചെയ്തു. കച്ചവടം നടത്തിയിരുന്നവരെ, ദേവാലയത്തിനുള്ളിൽ പണം സമ്പാദിച്ചിരുന്നവരെ അവൻ പുറത്താക്കി. പ്രിയമുള്ളവരെ, ഉടനെ യഹൂദർ അവനോട് ഒരു ചോദ്യം ചോദിക്കും. ചുറ്റുമുള്ള മനുഷ്യർ യേശുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് ഉയർത്തുന്ന ചോദ്യം ഇതാണ്: ഇതു ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു നൽകുന്ന മറുപടി: നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു മറുപടി നൽകാൻ ക്രിസ്തുവിനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനിത് പുനരുദ്ധരിക്കും. ഈ ചുറ്റുമുള്ള മനുഷ്യർക്ക് അവൻ പറയുന്നത് എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അവർ കരുതുന്നത് ഈ മുൻപിൽ നിൽക്കുന്ന ജെറുസലേം ദേവാലയത്തെക്കുറിച്ചാണ് അവൻ ഇത് പറയുന്നത് എന്നാണ്. ഇത്രയധികം സംവത്സരങ്ങൾ കൊണ്ട് പണിതുയർത്തിയ, ഒരുപാട് മനുഷ്യരുടെ അധ്വാനം കൊണ്ട് ഉയർത്തപ്പെട്ട ഈ ദേവാലയം അത് നശിപ്പിക്കപ്പെട്ടാൽ 3 ദിവസം കൊണ്ട് അത് പണിതുയർത്തുമെന്ന് പറയുന്നവൻ ദൈവദൂഷണമല്ലാതെ മറ്റെന്താണ് പറയുക എന്നതാണ് അവരുടെ ചിന്ത. പക്ഷേ നമുക്കറിയാം, വചനം വ്യക്തമായി പറയും, അവൻ സംസാരിച്ചത് അവൻ്റെ തന്നെ ശരീരത്തെക്കുറിച്ചാണ്. യേശുവിന് ഇപ്രകാരമുള്ളൊരു മറുപടി അവർക്ക് നൽകാൻ കഴിഞ്ഞത്, സ്നേഹമുള്ളവരെ, തൻ്റെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണ് എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ്. ദൈവാത്മാവിൻ്റെ ആലയമാണ് ഈ ശരീരം, ഈ ഹൃദയം, ഈ ജീവിതം എന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരം ഒരു മറുപടി നൽകാൻ കഴിയൂ. ഈ ശരീരം നശിപ്പിക്കാൻ ശ്രമിക്കുക, ഈ ഹൃദയത്തെ തളർത്താൻ ശ്രമിക്കുക, പക്ഷേ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു മറുപടി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്ന അവസരങ്ങളുണ്ട്. പലപ്പോഴും പല സാഹചര്യങ്ങളും നമ്മെ നശിപ്പിക്കും എന്ന് നമ്മൾ കരുതുന്ന ചില നിമിഷങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അവിടെയൊക്കെ നിവർന്നു നിന്ന് ഈ ശരീരത്തെ, ഈ ഹൃദയത്തെ തളർത്താൻ ശ്രമിക്കുക. ഇത് ഞാൻ പുനരുദ്ധരിക്കും, ഇത് ദൈവം പുനരുദ്ധരിക്കും എന്ന് പറയാൻ കഴിയണമെങ്കിൽ നമുക്കൊരു ബോധ്യമുണ്ടാകണം, എൻ്റെ ശരീരം അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അതാണല്ലോ ഈശോ ഓർമ്മപ്പെടുത്തുക. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 1-ാം തിരുവചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. 16-ാം തിരുവചനം ഇപ്രകാരം പറയും, ഞാൻ പിതാവിനോട് ചോദിക്കും, അവിടുന്ന് നിങ്ങളോടൊപ്പം എന്നേക്കുമായിരിക്കാൻ ഒരു സഹായകനെ നൽകും. എന്നേക്കുമായിരിക്കുന്ന സഹായകൻ അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒപ്പമുണ്ട് എന്ന് ബോധ്യമുള്ള വ്യക്തികൾക്ക് ഒരിക്കലും ജീവിതത്തിൽ തനിച്ചാണ് എന്ന് തോന്നില്ല. ജീവിതത്തിൽ തകർന്നു പോകും എന്നുള്ള ഒരു ചിന്ത കടന്നു വരില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഈ ആലയത്തെ പടുത്തുയർത്തുന്നതാണോ എന്ന് ചിന്തിക്കണം. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു വ്യക്തി ഇവിടെ വന്നു. ആ മനുഷ്യൻ എന്നോട് പങ്കുവച്ച ഒരു കാര്യം ഇതാണ്. സംസാരിക്കാൻ വന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അവിടെ
തനിച്ചായിരിക്കുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. അച്ഛാ, ഞാൻ പാപം ചെയ്തിട്ടുള്ളതിന് കയ്യും കണക്കുമില്ല. എൻ്റെ കുടുംബത്തിൽ നിന്നും അകന്നു ജീവിക്കുന്നു, എൻ്റെ ഭാര്യയിൽ നിന്നും അകന്നു കഴിയുന്നു. ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. വ്യഭിചാരം എന്ന പാപം പലതവണ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതിനുവേണ്ടി ലക്ഷങ്ങൾ മുടക്കി പലയിടങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. ആ മനുഷ്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം പിന്നീട് നല്ല ഒരു കുമ്പസാരം നടത്തി മടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, ലക്ഷങ്ങൾ മുടക്കി തിന്മ ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റിലും ഇന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നൽകുന്നത് എന്താണ് എന്ന് ചിന്തിക്കണം. ശൂന്യതയും ഏകാന്തതയും തളർന്നു പോകുന്ന ചിന്തകളും മാത്രമാണ് തിന്മ നമ്മുടെ ഉള്ളിലേക്ക് നൽകുക. ഇങ്ങനെയുള്ള അശുദ്ധി നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിനെ നമുക്ക് നഷ്ടമാകും. കാരണം നമ്മൾ ആത്മാവിനെ വിശേഷിപ്പിക്കുന്നത്, ആത്മാവിനെ വിളിക്കുന്നത് തന്നെ പരിശുദ്ധ ആത്മാവ് എന്നാണ്. പരിശുദ്ധനായ ആത്മാവിന് ഒരിക്കലും പരിശുദ്ധിയില്ലാത്തിടത്ത്, ഉള്ളിടത്ത് വസിക്കാൻ കഴിയില്ല എന്നത് നമുക്കെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഓരോ നിമിഷവും നമ്മൾ നമ്മോട് തന്നെ പറയേണ്ട ഒരു തിരുവചനമാണ്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി ജീവിക്കാനാണ്. ശാരീരികമായ അശുദ്ധി നമ്മിലേക്ക് കടന്നു വരാം, മനസ്സിലേക്ക് അശുദ്ധി കടന്നു വരാം. മറ്റുള്ളവരോടുള്ള വെറുപ്പ്, മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ മനസ്സ് അശുദ്ധമാകും. പ്രിയമുള്ളവരെ, ഇങ്ങനെ മനസ്സും ശരീരവും അശുദ്ധമാകുന്നിടത്ത് ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയാൻ കഴിയില്ല എന്നാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്ര ചെറുതുമാകട്ടെ, ഒരു തിന്മ ചെയ്യുമ്പോൾ ആദ്യം സംഭവിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവിനെ നഷ്ടമാകുന്നു എന്നതാണ്. ഒരുപക്ഷെ അത് നമ്മൾ അറിയണമെന്നില്ല. തിന്മ ചെയ്യുന്നത് അറിവോടുകൂടിയാണ്. അറിവോടുകൂടി ചെയ്യുന്ന ദൈവത്തിന് എതിരെയുള്ള പ്രവൃത്തിക്കാണല്ലോ പാപം, തിന്മ എന്ന് പറയുക. പക്ഷേ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുന്നത് അറിയണമെന്നില്ല. അതറിയാതെ മുൻപോട്ട് പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതാണ് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുക. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. ഇതാകട്ടെ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. നമ്മൾ എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി നമ്മുടെ തന്നെ ശരീരത്തെ, നമ്മുടെ തന്നെ ഹൃദയത്തെ പടുത്തുയർത്തുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ മനോഭാവങ്ങൾ, അതെല്ലാം ദൈവാത്മാവിൻ്റെ പ്രചോദനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണോ എന്ന് പരിശോധിക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി ജീവിച്ചാൽ പ്രിയമുള്ളവരെ, ആത്മാവ് ഒരിക്കലും നമ്മെ വിട്ടുപോകില്ല. നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണല്ലോ ആത്മാവ്. അതുകൊണ്ട് കൂടെ വസിക്കുന്ന, ഒരിക്കലും പിരിയാത്ത ആ ദൈവത്തിന് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ആലയമൊരുക്കാം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. അത് നമ്മുടെ തിന്മയിൽ, നമ്മുടെ നാശത്തിൽ കലാശിക്കും, പരിണമിക്കും എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ആലയം പടുത്തുയർത്തുന്ന കാര്യങ്ങളിലേക്ക് മാത്രം നമുക്ക് ശ്രദ്ധ വയ്ക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവിനെ നൽകി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.